നമോ നാരായണായ. എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മഹാവിഷ്ണു ഭഗവാന്റെ പൂർണ്ണ അവതാരമാണ് ശ്രീകൃഷ്ണ ഭഗവാൻ, നമ്മുടെ സ്വന്തം ഗുരുവായൂരപ്പൻ. ലോകത്തെ മുഴുവൻ സംരക്ഷിക്കുന്നവനാണ് ഭഗവാൻ. തൻ്റെ ഭക്തരെ അത്രമേൽ സ്നേഹിക്കുന്ന, അവർക്ക് താങ്ങും തണലുമായി എന്നും കൂടെ നിൽക്കുന്ന ഭഗവാന്റെ ആ സാമീപ്യം നമുക്ക് പലപ്പോഴും അനുഭവിച്ചറിയാൻ സാധിക്കാറുണ്ട്. എത്ര വലിയ ആപത്തിലും എൻ്റെ കൃഷ്ണ എന്നൊന്ന് വിളിച്ചാൽ പല രൂപത്തിൽ, പല ഭാവത്തിൽ, പല വേഷത്തിൽ വന്ന് നമ്മെ രക്ഷിക്കാറുണ്ട്. ഭഗവാന്റെ വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തൻ്റെ ഭക്തരുടെ വീടുകളിലേക്ക് ഭഗവാൻ വന്ന് ചില ലീലകൾ കാട്ടുമെന്നതാണ്. ഭഗവാന്റെ വരത്തുപോക്ക് ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട ഭക്തരുടെ വീട്ടിൽ ഉണ്ടാകും എന്നാണ് പറയുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഗുരുവായൂരപ്പന്റെ വരത്തുപോക്കുള്ള വീടുകളിൽ കാണുന്ന ചില ലക്ഷണങ്ങളെ കുറിച്ചാണ്. ഈ ലക്ഷണങ്ങളിലെ ഏതെങ്കിലും ലക്ഷണങ്ങൾ നിങ്ങളുടെ വീട്ടിൽ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഭഗവാൻ കൂടെയുണ്ടെന്നത് ഉറപ്പിച്ചോളൂ, ഭഗവാനെ മുറുകെ പിടിച്ചോളൂ. അപ്പോൾ ഏതൊക്കെയാണ് ആ ലക്ഷണങ്ങൾ എന്നതൊന്ന് നോക്കാം. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. നമ്മൾ ഏതൊരു ഈശ്വരനെ പ്രാർത്ഥിക്കുന്ന സമയത്തും നമ്മുടെ ആ ഒരു ഭക്തി എന്ന് പറയുന്നത് സത്യമുള്ളതായിരിക്കണം, നമ്മുടെ ഉള്ളിൽ നിന്നുള്ളതായിരിക്കണം ഭക്തി എന്ന് പറയുന്നത്. നിങ്ങൾ ഗുരുവായൂരപ്പൻ്റെ ഒരു ഭക്തയാണെങ്കിൽ അല്ലെങ്കിൽ ഭക്തനാണെങ്കിൽ, നിങ്ങളുടെ ഭക്തി സത്യമുള്ളതാണെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവും. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യാനായിട്ട് സാധിക്കും. ഗുരുവായൂരപ്പന്റെ വരത്തുപോക്കുള്ള വീടുകളിൽ കാണുന്ന ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് നിങ്ങളുടെ വീടിന്റെ പരിസരത്തോ മുറ്റത്തോ ഒക്കെ ആയിട്ട് മഞ്ചാടിക്കുരു കാണും എന്നുള്ളതാണ്. വീട്ടിലോ പരിസരത്തോ ഒന്നും തന്നെ മഞ്ചാടി മരം ഇല്ലെങ്കിലും വീട്ടുപരിസരത്തായിട്ട് മഞ്ചാടിക്കുരു കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് ഗുരുവായൂരപ്പന്റെ വരത്തുപോക്കുണ്ട് എന്നുള്ളത് ഉറപ്പിക്കാം. അനുഭവമുള്ള ഒരുപാട് ആൾക്കാർ നമുക്കിടയിൽ തന്നെ ഉണ്ടാവും. വീട്ടിലോ പരിസരത്തോ ഒന്നും തന്നെ മഞ്ചാടി മരം ഉണ്ടാവില്ല, എന്നാലും വീട്ടിന്റെ മുറ്റത്തൊക്കെ പലപ്പോഴായിട്ട് ഒരുപാട് ഉണ്ടാവും എന്നല്ല, ഒന്നോ രണ്ടോ ഒക്കെ മഞ്ചാടി കുരുകൾ കാണുന്നത്. അപ്പൊ ഇങ്ങനെ കാണുന്ന സമയത്ത് പലപ്പോഴും നിങ്ങളും ചിന്തിച്ചിട്ടുണ്ടാവും എവിടെ നിന്നാണ് ഇങ്ങനെ മഞ്ചാടിക്കുരു വരുന്നത് എന്നുള്ളത്. ചില ആൾക്കാർ പറയും പക്ഷിയൊക്കെ കൊത്തിക്കൊണ്ടുവന്നിട്ടതാണ് എന്നുള്ളത്. അങ്ങനെ പക്ഷി കൊത്തിക്കൊണ്ടുവന്നിട്ടതാണെങ്കിലും നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ വന്ന് വീഴുന്നുണ്ടെങ്കിൽ, അങ്ങനെ നിങ്ങളുടെ വീട്ടിന്റെ മുറ്റത്തോ പരിസരത്തോ അങ്ങനെ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗുരുവായൂരപ്പന്റെ ഒരു ലീല തന്നെയാണത്. അപ്പൊ നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടു പരിസരത്ത് ഇങ്ങനെ കാണാറുണ്ടെങ്കിൽ, ഭഗവാന്റെ ഒരു സാമീപ്യം അനുഭവിക്കാറുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കണം കേട്ടോ. ഇനി അടുത്ത ഒരു ലക്ഷണം എന്ന് പറയുന്നത് തുളസി ചെടി വളരുന്നതാണ്. നമുക്കറിയാം എല്ലാ വീടുകളിലും നമുക്ക് തുളസി ചെടി കാണാനായിട്ട് സാധിക്കില്ല. നട്ട് വളർത്തുന്നുണ്ടെങ്കിൽ പോലും ചില വീടുകളിൽ തുളസി ചെടി എപ്പോഴും ഉണങ്ങി ശോഷിച്ചു പോകുന്ന ഒരു സാഹചര്യം കാണാറുണ്ട്. എന്നാൽ ഭഗവാന്റെ അനുഗ്രഹമുള്ള വീട്ടില്, ഭഗവാന്റെ വരത്തുപോക്കുള്ള വീടുകളില് തുളസി ധാരാളമായിട്ടുണ്ടാവും. കാട് പോലെ അങ്ങനെ കിടക്കും തുളസി. നമ്മൾ വച്ച് പിടിപ്പിക്കാതെ തന്നെ തനിയെ കിളിർത്ത് വരുന്ന തുളസി ചെടികൾ ഒരുപാട് ഉണ്ടാവും. ഇത് തീർച്ചയായിട്ടും ഗുരുവായൂരപ്പന്റെ സാമീപ്യം കാട്ടിത്തരുന്ന ഒരു കാര്യമാണ്, ഒരു ലക്ഷണമാണ്. തുളസിച്ചെടി തനിയെ കിളിർക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ ശുഭകരമായിട്ടുള്ള ഒരു ലക്ഷണമാണ്. ഈ ഒരു ഘട്ടത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇങ്ങനെ തുളസിച്ചെടി ധാരാളമായിട്ട് ഉണ്ടാവുന്ന വീടുകളിൽ ചിലപ്പോൾ അഴുക്ക് ചാലിനടുത്തൊക്കെ തുളസി കിളിർക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവിടെ തന്നെ അതായിട്ട് പൊടിച്ചതാണെങ്കിൽ പോലും മാറ്റി നടാനായിട്ട് ശ്രദ്ധിക്കണം. അങ്ങനെ അഴുക്ക് വെള്ളം വീഴുന്ന സ്ഥലത്തൊന്നും തുളസി ഉണ്ടാവാനായിട്ട് പാടില്ല. അപ്പോൾ ഒരുപാട് വീടുകളിൽ അങ്ങനെ കാണുന്നുണ്ട്, തുളസി ഒരുപാട് അങ്ങ് കിളിർത്ത് വരും. ഭഗവാന്റെ സാമീപ്യമാണത് കാണിക്കുന്നത്. പക്ഷെ ഈ അഴുക്ക് ചാലിനടുത്തൊക്കെ ആയിട്ട് ഉണ്ടാകുന്ന സമയത്ത് അത് മാറ്റി നടാറില്ല, അത് വിപരീത ഫലങ്ങൾ നൽകും. അപ്പൊ ആ ഒരു കാര്യം പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ നല്ലതായിരിക്കും. ഇനി അടുത്ത ഒരു ലക്ഷണം എന്ന് പറയുന്നത് സ്വപ്നത്തില് ഭഗവാനെ കാണുന്നതാണ്. എല്ലാവർക്കും സ്വപ്നത്തിൽ ഭഗവാന്റെ ദർശനം കിട്ടിയെന്ന് വരില്ല. സ്വപ്നത്തിലാണെങ്കിൽ പോലും ഭഗവാനെ കാണാൻ സാധിക്കുന്നത് വളരെ വലിയൊരു പുണ്യമാണ്. ഭഗവാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് എന്ന് കാട്ടിത്തരുന്ന ലക്ഷണമാണത്.
ഇനി ഭഗവാനെ മാത്രമല്ല, നമുക്കറിയാത്ത കുഞ്ഞുങ്ങളെ ആരാണ് എന്ന് പോലും നമുക്ക് അറിയാൻ സാധിച്ചു എന്ന് വരില്ല. സ്വപ്നത്തിൽ ഒരു കുട്ടിയെ കാണുക, കുട്ടി നിങ്ങളോട് ചിരിക്കുകയും കളിക്കുകയും ചെയ്യുന്നു, കുട്ടി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു, അങ്ങനെയൊക്കെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗുരുവായൂരപ്പന്റെ ഒരു ലീല തന്നെയാണത്. ഇനി അടുത്ത ഒരു ലക്ഷണം എന്ന് പറയുന്നത്, നമ്മളെ വീട്ടിൽ നിലവിളക്ക് തെളിയിക്കുന്ന സമയത്ത്, അത് രാവിലെ ആയാലും സന്ധ്യാസമയത്തായാലും നിലവിളക്ക് തെളിയിക്കുന്ന സമയത്ത് നല്ല ഒരു കളഭ സുഗന്ധം അനുഭവപ്പെടുന്നത്. അങ്ങനെ നിങ്ങൾക്ക് കളഭത്തിന്റെ ആ ഒരു ഗന്ധം അനുഭവിച്ചറിയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാൻ നിങ്ങളുടെ ചുറ്റിലും ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ ആ ഒരു നിലവിളക്ക് തെളിയിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചുറ്റുമായിട്ട് ആ ഒരു കളഭത്തിന്റെ നല്ല സുഗന്ധം വരുന്നുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങളുടെ വീട്ടിൽ ഭഗവാൻ ഉണ്ട്. അതൊന്ന് തിരിച്ചറിയുക. ഭഗവാനെ നല്ല പോലെ വിളിക്കുക. നിങ്ങളുടെ പ്രാർത്ഥന അപ്പോൾ തന്നെ ഭഗവാൻ കേൾക്കും. ഒരുപാട് ആളുകൾക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ടാവും. പക്ഷേ അത് എന്താണ് എന്നുള്ളത് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പൊ ഈ ലക്ഷണങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാനെ മുറുകെ പിടിച്ചോളൂ. നിങ്ങളുടെ ഏത് ദുഃഖ ദുരിതത്തിലും ഭഗവാൻ നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവും. ചില പരീക്ഷണങ്ങൾ ഭഗവാന്റെ ഭാഗത്തു നിന്നുണ്ടാവും, എന്നാലും ഒരിക്കലും ഭഗവാനെ കൈവിടരുത്. ആ പരീക്ഷണങ്ങൾക്കപ്പുറം നിങ്ങളെ വിജയത്തിലെത്തിക്കാൻ ഭഗവാന്റെ ആ ഒരു കൈ നിങ്ങൾക്ക് താങ്ങും തണലുമായിട്ടുണ്ടാവും. ഇനി അടുത്ത ഒരു ലക്ഷണം തെച്ചി പൂത്തു നിൽക്കുന്നതാണ്. ഭഗവാന്റെ ഇഷ്ടപുഷ്പങ്ങളിൽ ഒന്നാണ് തെച്ചി എന്ന് പറയുന്നത്. തെച്ചി, മന്ദാരം, തുളസി ഇവയൊക്കെ ഭഗവാന് വളരെ പ്രിയപ്പെട്ട പുഷ്പങ്ങളാണ്. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ തെച്ചി എപ്പോഴും ഇങ്ങനെ പൂത്തു നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഭഗവാന്റെ ഒരു സാമീപ്യം തന്നെയാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടത്. എല്ലാ വീടുകളിലും ഈ പറഞ്ഞതുപോലെ തെച്ചി പൂത്തു നിൽക്കാറില്ല. ചില വീടുകളിൽ തെച്ചി നട്ട് പിടിപ്പിച്ചു കഴിഞ്ഞാലും പൂക്കാറില്ല. അങ്ങനെ പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഭഗവാന്റെ അനുഗ്രഹമുള്ള വീടുകളിൽ മാത്രമേ തെച്ചി പൂത്തുലയുകയുള്ളൂ. നമ്മുടെ എല്ലാ വീടുകളിലും നിർബന്ധമായിട്ടും ഒരു തെച്ചി നട്ട് വളർത്തണം എന്നാണ് പറയുന്നത്. ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കാനായിട്ടാണ് അത് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ തെച്ചി പൂത്തു നിൽക്കുക എന്ന് പറയുന്നത് വളരെ ശുഭകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇനി മറ്റൊരു ലക്ഷണം എന്ന് പറയുന്നത്, നിങ്ങൾ ഭഗവാന് സമർപ്പിക്കാനായിട്ട് നിങ്ങളുടെ വീട്ടിലെ ഏതെങ്കിലും ചെടിയിൽ നിന്ന് പൂക്കൾ ഇറുക്കാറുണ്ടെങ്കിൽ ആ ചെടിയിൽ നിങ്ങൾ ഒരു പൂവാണ് ആ ഒരു ചെടിയിൽ ഉണ്ടായിരുന്നത്, അതിൽ നിന്ന് ആ ഒരു പൂവിറുത്ത് ഭഗവാനെ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാന്റെ ആ ഒരു സാമീപ്യം നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ആ ചെടിയിൽ വീണ്ടും വീണ്ടും പൂക്കൾ വന്നുകൊണ്ടേയിരിക്കും. അത് ഏത് ചെടി തന്നെ ആയിക്കോട്ടെ, ഭഗവാൻ അർപ്പിക്കാനായിട്ട് നിങ്ങൾ ഒരു പൂവ് അതിൽ നിന്ന് നുള്ളിയിട്ടുണ്ടെങ്കിൽ അതെപ്പോഴും പൂത്തു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത് നിങ്ങൾക്ക് മനസ്സിലാവും. എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, ചേച്ചി റോസാ ചെടിയിലുള്ള ഒരു പൂവ് ഞാൻ ഭഗവാന് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു, പിന്നീട് അതിനുശേഷം എപ്പോഴും ആ റോസാ ചെടിയിൽ ഒരു പുഷ്പമെങ്കിലും ഇല്ലാത്ത ദിവസം ഉണ്ടാവില്ല. അത്രയേറെ പുഷ്പങ്ങൾ ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും. ഇതൊക്കെയും ഭഗവാൻ നിങ്ങളോടൊപ്പം ഉള്ളതിൻ്റെ, നിങ്ങളുടെ വീടുകളിലുള്ളതിൻ്റെ ഒരു ലക്ഷണം തന്നെയാണ് കാട്ടിത്തരുന്നത്. അതുപോലെ തന്നെ ഏതൊരു സാഹചര്യത്തിലും നമുക്കൊരു സന്തോഷമുണ്ടാവുമ്പോഴും സങ്കടമുണ്ടാവുമ്പോഴും നമ്മൾ ദുഃഖിച്ചിരിക്കുമ്പോഴും ഭഗവാന്റെ നാമമാണ് നിങ്ങളുടെ മനസ്സിൽ ആദ്യം കടന്നു വരുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ ഭഗവാനുണ്ട്. നമ്മളെല്ലാവരും ഭഗവാനെ ഭജിക്കാറുണ്ട്. പക്ഷെ എല്ലാവരുടെ നാവിലും എപ്പോഴും ഭഗവാന്റെ ആ ഒരു നാമങ്ങൾ ഉണ്ടാവില്ല. ഭഗവാന് പ്രിയപ്പെട്ട ഭക്തരുടെ നാവിൽ മാത്രമേ ഭഗവാൻ എന്നും വിളങ്ങി നിൽക്കുകയുള്ളൂ. അപ്പൊ ഈ പറഞ്ഞ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ലക്ഷണങ്ങൾ നിങ്ങളുടെ വീടുകളിൽ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ അനുഭവിച്ചറിയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കുക. അങ്ങനെയുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ട് എന്ന് അറിയാൻ സാധിക്കുന്നത് തന്നെ വളരെ പുണ്യകരമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ്. നന്ദി.